മിക്കവാറും ഇവിടെ വന്ന് ഇങ്ങനെ വിഷയം ഉണ്ടാക്കാറുണ്ട്. അവരുടെ വീടാണ് ഈ സമീപത്ത് കിടക്കുന്നത്. തൊട്ടടി ചേച്ചത്. അപ്പോൾ ഈ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ അനിൽ വന്ന് ഇടയ്ക്ക് താമസിക്കാറുണ്ട്. അവിടെ വന്ന് കിടക്കും. ഭക്ഷണമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അവൻ അമ്മ വച്ചാന്ന് പറഞ്ഞു അവനവിടെ വന്ന് ചെയ്തു. ആരാ? സുധീഷ്. ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോകും നമ്മുടെ കൂടുതൽ. ഇന്നെന്തോരം സംഭവിച്ചേ? എങ്ങനെയായിരുന്നു സംഭവം? അവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവനെ കടം ചെയ്ത് വിളിച്ചു. എൻ്റെ അനിയനെ ഇറങ്ങിപ്പോടാൻ പറ്റാൻ വന്ന കസാരയൊക്കെ പറക്കി താഴെ കളഞ്ഞ് അവൻ കയറി മേളിൽ വന്നു. ഞാൻ നേടാൻ ഉണ്ടായിരിക്കും. എൻ്റെ അനിയനോട് പറഞ്ഞു അതുപോലുള്ള ഭാഷയായി വിളിക്കും നാട്ടുകാരൊക്കെ. അവൻ പറഞ്ഞ പോടാന്ന് പറഞ്ഞു. എന്നാലും അതിനേക്കാളും അപ്പുറത്ത് വിളിച്ച് ഇതിട്ട് അവനെ അടിക്കുക. ഞാൻ ചോറുണ്ടോണ്ടിരിക്കുക. താഴെ ബഹളം ഉണ്ടായിരുന്നു. ബഹളം കഴിഞ്ഞ് എൻ്റെ അനിയച്ചാരും കിണളിൽ കയറി വന്നു. അതിൻ്റെ പുറകെ ഇവനും കയറി വന്നു. അവിടെ ഭയങ്കര ചീത്തൂലിയും ബഹളവും കൈ ഭയങ്കര ഇതായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചേട്ടൻ്റെ മോൻ മുടിക്കെല്ലാം അവിടെ പിടിച്ച് അങ്ങനെ അവനെ മറ്റവനെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടു. സുധീഷിന് കെട്ടിയിട്ടു. ഇവൻ എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. എൻ്റെ അനിയന് അറിയുന്നില്ല. പോലീസുകാരെ തൊട്ടുമേളത്തെ വീട്ടുകാർ വിളിച്ചു. അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ കൊടുത്തോ? വെള്ളമൊക്കെ കൊടുത്തു. വെള്ളം അനക്കൊന്നുമില്ല. എനിക്കറിയാം. ഞാൻ പിന്നെ ഞങ്ങളുടെ അമ്മയോട് പറയാം. അമ്മയ്ക്ക് 10-85 വയസ്സുള്ളതായിരുന്നു. എന്ത് പുള്ളി ചവിട്ടിയാണോ? ചവിട്ടിയതായിരിക്കാം. അല്ലാതെ മുടി ഇങ്ങനെ കുത്തി പിടിച്ചേക്കില്ലേ. മുടി ഒരു വളർത്തിയിട്ടുണ്ട് എൻ്റെ. പിന്നെ അവനെ പിടിച്ച് ഞാൻ കെട്ടിയിട്ട് പിന്നെ അവനെ ഒരുപാട് അഴിച്ചുകൊണ്ട് പോയി. കുറിക്കൊച്ചുണ്ടായിരുന്നു. അതിനെ കൊണ്ട് ഇട്ടിട്ട് രണ്ടാമത് വന്നു. അന്നേരം സാറന്മാർ വന്നു. അപ്പോൾ പോലീസും ആംബുലൻസും ഒക്കെ വന്നു. സാറന്മാർ ആംബുലൻസ് വിളിക്കുന്നു. എന്നിട്ട് നേരെ എങ്ങോട്ടാണ് കൊണ്ടുപോയി? ഹോസ്പിറ്റലിൽ പൂനെയിൽ കൊണ്ടുവന്നിട്ട് നോക്കിയിട്ട് ഇന്നലെ 8:30-ക്കും 9 മണിക്കും ഇടയ്ക്കാണ് ഈ ദാരുണമായ സംഭവം ഇവിടെ നടന്നത്. കണ്ണൻ എന്ന അനിലാണ് മരണപ്പെട്ടത്. കണ്ണൻ്റെ ചേട്ടൻ്റെ മകനായ സുധീഷാണ് കൊല ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. ഒരു വീടിനെ ചൊല്ലിയുള്ള വിഷയമാണ് ഇവിടെ ഏറ്റവും ആൾക്കാർ പറയുന്നത്. അപ്പം നിലനിന്നത് ആ വീട്ടിൽ താമസിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. എങ്ങനെയായിരുന്നു ഇന്നലെ സംഭവം? ഞാൻ ഉറക്കത്തിൽ നിന്ന് കഞ്ഞിയും കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ വായുമോളം എന്തൊക്കെ ഉണ്ടാകുന്നു നോക്കിയപ്പം അവനിങ്ങനെ മരുന്ന് കിടക്കുന്നു. ഇതാ ഞാൻ കാണുന്നത്. അല്ലാണ്ട് അന്നത്തെ അവരുടെ പിടിയോ വലിയോ അടിയോ ഒന്നും ഞാൻ കണ്ടില്ല. ഞങ്ങൾ കാണുന്ന ഇതാ ഇങ്ങനെ മരുന്ന് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഈ പിള്ളേരെ ഞാൻ വിളിച്ചു, മക്കളെ എന്തോ ഒന്ന് ഭയങ്കര പ്രശ്നം, അതുകൊണ്ട് ആ ചെറുക്കന് ബോധമൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് കിടക്കുന്നത് നോക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് ആ ഭാഗത്ത് പിടിയും മറ്റേ ഇറങ്ങി ഇങ്ങനെ നോക്കിയിരുന്നു. അവർ നേരത്തെ പണ്ട് മുതലേ അവർ ഞങ്ങളോട് യാതൊരു പ്രകടനമില്ല. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട തർക്കമുണ്ടോ? അവരുമായിട്ടുള്ള തർക്കം അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള തർക്കമുള്ളൂ. അല്ലാണ്ട് നമുക്കറിയില്ല.